ഹലോ, എൻ്റെ പേര് വിഷ്ണുപ്രിയ. ഞാനിപ്പോൾ എൻ്റെ ലേറ്റ് 20s ഞാൻ ഈ 28 ഇയേഴ്സിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഐ വിഷ് ഒരു ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും എനിക്ക് ഒരു 10 വർഷം മുന്നേ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചുകൂടി സ്മൂത്ത് ആവുമായിരുന്നു, കുറച്ചുകൂടി ഈസി ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഏർലി 20സിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വെൽക്കം ടു ദ വീഡിയോ. തിങ്സ് ഐ വിഷ് ഐ ന്യൂ ഇൻ മൈ ഏർലി 20s. നിങ്ങളുടെ ലൈഫിൻ്റെ 100% കൺട്രോളും നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. സോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാതിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ബട്ട് നിങ്ങളുടെ പാരൻസ് പറഞ്ഞു വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് വേറെ എന്തോ കോഴ്സാണ് പഠിക്കുന്നത്. അതൊക്കെ കണ്ട് നിങ്ങളുടെ അവരുടെ പിറകെ പോകാമെന്ന് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പഠിച്ചാൽ മതിയായിരുന്നു, അതായിരുന്നു എനിക്കിഷ്ടം, അതായിരുന്നു കുറച്ചുകൂടി ഈസി ആവുമായിരുന്നു, എൻ്റെ കരിയർ എനിക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല, പല കാര്യങ്ങൾക്കും എന്ന് വെച്ച് നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പാരൻസൊക്കെ പറയുന്നത് കേൾക്കണം, പാരൻസിൻ്റെ നിങ്ങളുടെ എൽഡേഴ്സിൻ്റെ ഒക്കെ അഡ്വൈസ് സ്വീകരിക്കാം. ബട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക. അവസാനം നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് നമ്മുടെ ഏർലി 20സിലൊന്നും നമ്മളത് ഒട്ടും ശ്രദ്ധിക്കില്ല. എത്രയും വേഗം നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നോ അത്രയും നല്ലത്. ഇപ്പോൾ നമ്മൾ ഹെൽത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ അതിൻ്റെ പിറകെ ഓടുന്നത് നമുക്ക് കുറക്കാൻ പറ്റും. സ്മോൾ വർക്കൗട്ട്സ് ചെയ്യുക, ന്യൂട്രീഷ്യസ് ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക, ഈ റെഗുലർ ചെക്കപ്പ്സ് ചെയ്യുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. കുറച്ച് മുന്നേ ഞാൻ വളരെ ടയേർഡായിരുന്നു, എനിക്ക് പഠിക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കാൻ. ആൻഡ് അത് കുറവായിരുന്നു, ആവശ്യത്തിനുണ്ടായിരുന്നില്ല. ആൻഡ് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കുടിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ ഓക്കെ ആയി. അതുപോലെ പല കാര്യങ്ങളായിരിക്കും കുറവുണ്ടാവും നിങ്ങൾക്ക്. അതൊക്കെ നേരത്തെ തന്നെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ എപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഒരു ഹേർട്ട് ബ്രേക്ക് വരുമ്പോഴോ നമ്മളിങ്ങനെ ഉള്ളിക്കൊണ്ട് നടക്കുമല്ലോ, എന്നിട്ട് ഉരുക്കി ഇങ്ങനെ തീരും. നല്ല ഫ്രണ്ടിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ ആരോടെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം അവിടെ തീരും. ഇനി അതൊന്നും കഴിയുന്നില്ലെങ്കിൽ ജേർണലിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തൊക്കെയാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ എഴുതുന്നത് എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കൊന്നും കഴിയുന്നില്ല, നമ്മൾ മെൻ്റലി വീക്കായി തോന്നുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേറെ ആരും വരില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, അത് നിങ്ങൾക്കാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രശ്നത്തിലാണുള്ളതെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ടോക്സിക് ഫാമിലിയിലാണുള്ളതെങ്കിൽ എത്രയും വേഗം ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, അവിടുന്ന് മാറി താമസിക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും വരില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മാറണമെന്ന് ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിനും ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, അത് നിങ്ങളാണ്. എത്രയും വേഗം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുക. ഇതെനിക്ക് ഗേൾസിനോടാണ് മെയിൻലി പറയാനുള്ളത്. പഠിത്തമൊക്കെ കഴിഞ്ഞു, കോളേജൊക്കെ കഴിഞ്ഞു, ഇനിയൊരു കല്യാണമൊക്കെ കഴിക്കാമെന്നൊക്കെ തോന്നും. ബട്ട് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ നോക്കുന്നത് പോലെ വേറെ ആരും നിങ്ങളെ നോക്കില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് പുറത്തുനിന്ന് അത് പ്രതീക്ഷിക്കരുത്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, ഇനി അവരുടെ വരുന്ന ബന്ധുക്കൾ, അവരുടെ ഒക്കെ വായിന്ന് കേൾക്കേണ്ടി വരും. എൻ്റെ മോൻ്റെ പൈസ കൊണ്ടല്ലേ ജീവിക്കുന്നതെന്നുള്ളൊരു ഇതായിരിക്കും അവർക്കൊക്കെ ഉണ്ടാവുക. സോ നമുക്കൊരു വിലയും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാല്യൂ ഉണ്ടാവും, നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടും. പ്ലീസ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അത്. നിങ്ങളൊന്നിനെയും ആരെയും പേടിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ അത് നല്ല നിവർന്ന് നിന്ന് കാര്യം സംസാരിക്കുക, അത് ആരോടാണെങ്കിലും. ആൻഡ് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. നിങ്ങൾ ഇൻട്രോവേർട്ടാണ്, നിങ്ങൾ ഷൈ ആണ്, നിങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, ഇതൊക്കെ ചിന്തിച്ച് ഒന്നും സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടത്തരായിരിക്കും അത്. ഞാൻ കുറച്ച് മുന്നേ വളരെ ഷൈ ആയിരുന്നു, അങ്ങനെ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമായിട്ടുണ്ട്. സോ നിങ്ങൾക്കങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം സ്പീക്കപ്പ്.
നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് സംസാരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക. എന്ത് കാര്യമാണെങ്കിലും വാ തുറന്ന് സംസാരിക്കാൻ പഠിക്കുക. ലൈഫിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ഫെയിൽ ആയിക്കോട്ടെ, ഫെയിലിംഗ് ഈസ് ഓക്കെ. അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. പേടിക്കാതിരിക്കുക. നമ്മൾ തോറ്റു പോകുമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ തോറ്റുപോയാലും പിന്നീട് നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഉറപ്പായും വിജയിക്കാൻ സാധിക്കും. സോ ടേക്ക് റിസ്ക്. ഏർലി 20s നമ്മൾ കുറേ ടെമ്പററി ആയിട്ടുള്ള ആളുകളെ കാണും. ആൻഡ് നമ്മളാണെങ്കിൽ അവരാണ് ജീവിതം എന്ന് വിചാരിച്ച് അവരുടെ പുറകെ പോവും. ആൻഡ് അവർക്ക് ആവശ്യത്തിലധികം ഇമ്പോർട്ടൻസ് കൊടുക്കും. അതൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ പാരൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, സിബ്ലിങ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക ടൈം. ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറിയായി മാറും. സോ നിങ്ങളുടെ ലൈഫിൽ ടെമ്പററി ആയിട്ടുള്ള ആളുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. അവർ വരുന്നത് എന്തെങ്കിലും ഒരു ലെസൺ നിങ്ങളെ പഠിപ്പിക്കാനായിരിക്കും, എന്നിട്ട് അവർ പോവും. സോ അതിനെ അങ്ങനെ കാണുക. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും എല്ലാവരോടും ഷെയർ ചെയ്യാതിരിക്കുക. പലരും എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണോ നമുക്കറിയില്ല. സോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് നിർത്തുക. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും അധികം പുറത്തുള്ളവരോടൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് നോട്ട് എവറി വൺ ഡിസേർവ്സ് യു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു ബൗണ്ടറി വെക്കാൻ ശ്രമിക്കുക. അത് കടന്ന് ആർക്കും ഇങ്ങോട്ട് കടക്കാൻ സമ്മതിക്കരുത്. ചിലരൊക്കെ ഉണ്ടാവും നമ്മളെ ഇങ്ങനെ എപ്പോഴും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നവർ. നമുക്കറിയാം അവരെ കണ്ടാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം വളരെ ഗ്ലൂമിയായി സാഡായി അങ്ങനെ അങ്ങ് പോകുന്നു. ജോലിയൊന്നും ആയില്ലേ, പഠിക്കുന്നൊന്നുമില്ലേ, എക്സാമിന് എത്രയാണ് മാർക്ക് കിട്ടിയത്, എക്സാമിനൊന്നും പാസ്സായില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അതൊക്കെ ഇതിലൂടെ കേട്ട് ഇതിലൂടെ അങ്ങ് വിടുക. അല്ലാതെ മനസ്സിൽ കൊണ്ട് നടന്ന് അതിനിങ്ങനെ അയ്യോ അവരങ്ങനെ ചോദിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല ചാലഞ്ചസും നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. മേ ബി പുതിയൊരു സ്കില്ല് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു ജോലി ചെയ്യുമ്പോൾ അതിലുള്ള ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ പലതും. ബട്ട് അതിനൊന്ന് ടാക്കിൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. ഒരു ചാലഞ്ചസ് വരുമ്പോൾ അതിൽ നിന്നൊക്കെ പേടിച്ച് ഓടിപ്പോവാതെ അതിനെയൊക്കെ നേരിടാൻ പഠിക്കുക, അതിനെ ഓവർകം ചെയ്യുക. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെ ഗുണം ചെയ്യും. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാവുമായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും അതിനെ എതിർക്കുന്നുണ്ടാവും. ബട്ട് അതവിടെ ഇട്ടെറിഞ്ഞു പോവാതെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമുമായി മുന്നോട്ട് പോവുക. വീട്ടുകാർ, നാട്ടുകാർ, കുടുംബക്കാർ ഇവരൊക്കെ പലതും പറയും, നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും. ബട്ട് നിങ്ങളുടെ ഡ്രീമുമായി മുന്നോട്ട് പോകണം. നിങ്ങൾ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കണം. ആൻഡ് നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരുടെ ഒപ്പീനിയനൊക്കെ താനെ മാറി നിങ്ങളുടെ കൂടെ തന്നെ വന്നോളും. മറ്റുള്ളവരുടെ കാര്യം പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡ്രീം ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചില ആളുകളുണ്ടാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ആളുകൾ. നമ്മളെന്തെങ്കിലും അതിനെതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, അയ്യ തമാശ പറഞ്ഞല്ലേ, എന്തിനാ ഇങ്ങനെ സീരിയസ് ആവുന്നതെന്ന്. അത് അവർക്ക് തമാശയാവും. ബട്ട് നമുക്കത് മേ ബി നമ്മുടെ അപ്പിയറൻസിനെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കരിയറിനെ പറ്റിയാവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ പറ്റിയാവാം, എന്തും ആവാം. നമ്മുടെ ഉള്ളിലായിരിക്കും അത് കൊള്ളുന്നുണ്ടാവുക. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു വളമാവും. വീണ്ടും അവരിതന്നെ ആവർത്തിക്കും. നിങ്ങളായിരിക്കും സ്ട്രെസ്ഡ് ആവുക അതൊക്കെ കേട്ട്. നിങ്ങളെ ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും വളരുക. ഇനി അവർ നിങ്ങളോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. നല്ല മറുപടി കൊടുക്കുക, മാന്യമായ രീതിയിൽ നല്ലൊരു മറുപടി കൊടുക്കുക. അവർക്ക് ഇനി നിങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ തോന്നരുത്. ആരെങ്കിലുമൊക്കെ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. നമ്മുടെ ഉള്ളിൽ നിന്ന് നോ പറ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ അത് ചെയ്യും. കാരണം നമ്മളൊരു പീപ്പിൾ പ്ലീസറാണ്. അവരെന്താ വിചാരിക്കുക, അയ്യോ നമ്മളത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെപ്പറ്റി മോശം വിചാരിക്കൂലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് അത് ചെയ്തു കൊടുക്കും. പ്ലീസ് ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക. അത് ആരോടാണെങ്കിലും. നമുക്ക് ടെമ്പററിയായി സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ വർക്ക് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാനുണ്ടാവും, അതൊന്നും ചെയ്യാതെ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഫോണിങ്ങനെ 1 മണിക്കൂർ, 2 മണിക്കൂർ, 4 മണിക്കൂർ ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ബട്ട് നമ്മൾ ലോങ് ടേമായി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ
നമുക്കതിൽ നിന്നൊന്നും കിട്ടാനില്ല. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള സാലറി കിട്ടും. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എക്സാം പാസ്സാവും, അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ജോലി കിട്ടും, നമുക്ക് ഉയർച്ചയുണ്ടാവും. സോ ലോങ് ടേമായി ഹാപ്പിനെസ് കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. ടെമ്പററിയായി കിട്ടുന്ന സന്തോഷങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നിങ്ങൾ തന്നെയാണ്, അത് മനസ്സിലാക്കുക. സോ നിങ്ങളുടെ ഡ്രീമിന് പുറകെ പോവുക, നിങ്ങൾ സക്സസ്ഫുൾ ആവുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ പോവുക, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മൾ നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പഠിക്കണം. കുറച്ച് ടൈം വെറുതെ ഇരിക്കുക. എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്ക് എന്താണ് ആഗ്രഹം, എനിക്കിപ്പോൾ എന്താ തോന്നുന്നത്, അതൊക്കെ ചിന്തിച്ചിരിക്കുക. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളുടെ 20s ലൈഫിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അത് പെർഫെക്റ്റ് ആണെന്നില്ല. ഓരോരുത്തരുടെ ലൈഫും ഡിഫറെൻ്റ് ആണ്. സോ കീപ് ലേണിംഗ്, കീപ് ഷോയിങ് അപ്പ് ഫോർ യുവർ സെൽഫ്. നിങ്ങളുടെ ബെസ്റ്റ് ഇയേഴ്സ് സ്റ്റാർട്ടാവാൻ പോകുന്നതേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ.